ഓക്കെ വീഡിയോ എടുക്കാം. ഇവിടെ കയറണമെങ്കിൽ പൈസ ഉണ്ട്. ഒരാൾക്ക് 40 രൂപ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ട 5 രൂപ. 5 രൂപ എന്തിനാണെന്തോ, ഒരു വലിയ പാർക്കിംഗ് ഒന്നുമല്ല. പിന്നെ അല്ലാതെ ക്യാമറയ്ക്ക് വേണ്ട എക്സ്ട്രാ 25 റുപ്പീസും. എല്ലാം കൂടെ നമ്മൾ ഇത്രയും പേര് കയറിയിരുന്നു ആകുമ്പോൾ 500 റുപ്പീസായി. ഇപ്പോൾ നമ്മുടെ ഹെൽമെറ്റെല്ലാം ഇവിടെ ഓഫീസിൽ വെച്ചു. ഇനിയിപ്പോൾ ഹെൽമെറ്റ് പിക്ക് ചെയ്ത് നേരെ അമ്പൂരിയിലോട്ട് വിടുവാണ്. അവിടെ കുറച്ചും കൂടെ സീനിക്കായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്യുക, ആ കാറിൻ്റെ അപ്പുറത്ത്. പ്ലസ് അവിടെ അത്യാവശ്യം സ്ലഷും ചെളി, കട്ടി ചെളിയാണ്. വണ്ടി കംപ്ലീറ്റ് ചെളിയായി. ഇതാ ഇവിടേക്കാണ് നമ്മളെല്ലാവരും ബൈക്ക് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ടയർ നോക്ക്. ഇപ്പോൾ മനസ്സിലായില്ല എന്തുമാത്രം ചെളിയാണെന്ന്. ഇനി അടുത്ത ടാസ്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറക്കാനാണ്. ബൈക്ക് ഫുൾ മണ്ണാണ്, ഇപ്പോൾ ഗ്രിപ്പില്ല. അല്ല, ഫുൾ സ്ലഷി ഷിറ്റ്. അതെൻ്റെ ബൈക്ക് ചെളിയിലോട്ട് അങ്ങ് ചറവിപ്പോയി. അത് ആക്ച്വലി ഇപ്പൊ പോയ സ്ഥലത്ത് വലിയ യൂസ് ഒന്നുമില്ല. കുറെ ആനകളുണ്ട്, അത് കാണാൻ വേണ്ടിയാണ് കയറിയത്. എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത. വീട്ടിൽ പോയതിനു ശേഷം ബൈക്ക് നല്ലൊരു വാഷിന് കൊടുക്കണം. കാര്യം ഫ്ലഷും പിന്നെയും കൂടെ കുറെ ചെളിയും എല്ലാം കൂടെ ബൈക്ക് കംപ്ലീറ്റ് ഒരു ചെളി പരിവായി. ഇപ്പം നമ്മൾ നെയ്യാർ ഡാം വഴി അമ്പൂരി എൻറൂട്ട് ചെയ്യുവാണ്. ഇപ്പം നമ്മൾ നിർത്തിയ സ്ഥലം കോട്ടൂരാണ്. കോട്ടൂർ എന്തോ എലിഫന്റ് സംതിങ്. ആൻഡ് ഈ വ്യൂ നോക്ക്. ഇതാണ് കിടില കാര്യം, ഇവിടുത്തെ വ്യൂ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ SJ ക്യാമിൻ്റെ ഫസ്റ്റ് ബാറ്ററി തീർന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന സെക്കൻഡ് ബാറ്ററിയാണ്. ഇപ്പം നമ്മൾ നെയ്യാർ ഡാമിൽ നിന്ന് അമ്പൂരി, അതാണ് നമ്മൾ ഇട്ടേക്കുന്ന റൂട്ട്. ഇവിടെ ഫുൾ പന്ന റോഡാണ്. റൂട്ട് കൊള്ളാം, പക്ഷെ സെയിം റോഡ് കൊള്ളത്തില്ല. സെയിം ഇഷ്യൂ. ഇപ്പോൾ ടൈം 11 o'clock. നമ്മളിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ നെയ്യാർ ഡാമിലോട്ട് പോവാണ്. ഇവിടെയും തൊട്ടാണ് കിടിലം റൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. റൂട്ട് ലൈക്ക് സീനിക് വൈസാണ് ഞാൻ പറഞ്ഞത് കിടിലം റൂട്ടുണ്ട്. പക്ഷെ റോഡ് വെറും പന്നതാണ് ആക്ച്വലി. സോഫ്റ്റ്വെയർ സസ്പെൻഷൻ ആയതുകൊണ്ട്, ഐ മീൻ ഈ ബൈക്കിന് സോഫ്റ്റ്വെയർ സസ്പെൻഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ റൈഡ് ചെയ്ത് പോവാം. സ്റ്റിഫാണ്, ഇച്ചിരി സ്റ്റിഫാണ്. പക്ഷെ എന്താ പറയുക, മെജോറിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ സോഫ്റ്റാണ്. ഇപ്പം ആക്ച്വലി ക്യാമറ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഓഫ് ചെയ്യുന്ന കാര്യം ഓരോ വളവ് കഴിയുമ്പോൾ കിടിലും വ്യൂസാണ് വരുന്നത്. ക്യാമറ ഓഫ് ചെയ്യും ഒരു വളവത്തിനും, പിന്നെയും ക്യാമറ ഓൺ ചെയ്യും.
വ്യൂ ഗൈസ്, വ്യൂ. ഇവിടുത്തെ റോഡും കൂടെ കൊള്ളായിരുന്നെങ്കിൽ ഇത് ഔട്ട്സ്റ്റാൻഡിങ് സ്ഥലമായിരുന്നു തന്നെ. സീരിയസ്ലി ഫുൾ മാനുകളാണ് അവിടെ. സൈഡിൽ ലേക്കാണല്ലേ. ഓക്കെ, ഇപ്പോൾ ഒരു തട്ടിക്കുട്ടി പരിപാടിയാണ് ഞാൻ തോപ്പിച്ചിരിക്കുന്നത്. എൻ്റെ SJ ക്യാമിൻ്റെ മറ്റേ ബാറ്ററിയുടെ ചാർജ് തീർന്നു. എൻ്റെ ചാർജർ ഉണ്ടായിരുന്നു താങ്ക്ഫുള്ളി. അപ്പം ഞാൻ എൻ്റെ ഇതിലെ ചാർജർ എൻ്റെ ക്യാമറയുടെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ആ വ്യൂ നോക്ക് നിങ്ങൾ. ഓ, അടിപൊളി വ്യൂ. ഇത് ബസ് റൂട്ടും കൂടെ ആയിരുന്നല്ലേ? അത് ശരി. ഇതിവിടെ നിർത്തുന്ന റോത്താണ്. ആ ഒരു ഘാട്ട് സെക്ഷൻ ഫുൾ കാണാൻ പറ്റുന്നത് അടിപൊളി വ്യൂ ആണ്. ആക്ച്വലി ഇത് ഡാമാണ്. ഇപ്പൊ നമ്മൾ നെയ്യാർ ഡാമാണിത്. ഞാൻ നെക്സ്റ്റ് പർച്ചേസ് എനിക്ക് ഒന്ന് വാങ്ങേണ്ട ഒരു ടാങ്ക് ബാഗാണ്. ഈ ബാഗ് ഞാൻ ഇപ്പോൾ വെക്കാൻ വേണ്ടി ഒരുപാട് വിടുവാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് നെയ്യാർ ഡാമിലോട്ട് പോകണം. അവിടെ നിന്നാണ് നെയ്യാർ ഡാമിന്റെ സ്റ്റാർട്ടിങ്. എന്താ, അതാണ് നെയ്യാർ ഡാം. ഇതാണ് നെയ്യാർ ഡാം. എനിക്കറിയാം, കുറെ പേര് കണ്ടു കാണും. ഓക്കെ, ഇപ്പൊ ഇതിപ്പോ നെയ്യാറാണ്. നമ്മളിപ്പം ഏതൊരു ലേക്കിൽ, മായം ലേക്ക്, അങ്ങനത്തെ ഏതൊരു ലേക്കിലോട്ട് പോവാണ്. ഓക്കെ, ഓക്കെ, ഫോട്ടോഗ്രാഫി. ഈ റോഡ് പക്ഷെ കണ്ടിട്ട് അത്ര നല്ല റോഡല്ല എന്നാണ് തോന്നുന്നത് അങ്ങോട്ട്. എന്റെ ഇതെന്ത് വ്യൂ. ഓ, ഇത് വേർത്താണ് 100%. ഫുൾ പൊടിയാണ്. കിടലം കിടലം കിടലം. കിടലം വ്യൂ. പുറത്ത് ശരിക്കും ചൂടാണ്, ഭയങ്കര ചൂടാണ്. അറിയത്തില്ല ടെമ്പറേച്ചർ എത്രയാണ്. എനിക്ക് തോന്നുന്നു മേ ബി 34-36 ഡിഗ്രി കാണും ചൂട് ഉറപ്പാണ്. അതും പിന്നെ പ്രത്യേകിച്ച് ജാക്കറ്റും എല്ലാം കൂടി ഇടുമ്പോഴേക്കും ഇവിടെ റോഡ് എനിക്ക് തോന്നുന്നു കൺസ്ട്രക്ഷൻ നടക്കുവാണെന്ന്. ജസ്റ്റാണ്, കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോയിരുന്നെങ്കിൽ പണിയായ തന്നെ. ഫുള്ളൊരു അഡ്വഞ്ചറസ് ട്രിപ്പായി മാറുവാണ്. വ്യൂ പൊളി. ഞാൻ പറഞ്ഞില്ല, ഓരോ വളവ് തിരിയുമ്പോഴേക്കും കിടിലം വ്യൂസാണ്. ഇവിടെ ഫുൾ ഗാർഡ്സ്, ഫുൾ ഗ്രീനറി. ഇപ്പോൾ സൈഡിൽ ഫുൾ ഗ്രീനറി വിത്ത് വെള്ളം. ആക്ച്വലി ഈ പില്ലിയനിലേക്ക് ഇരുത്തിക്കൊണ്ട് ഈ റോഡ് വഴി വരുന്ന ആൾക്കാരെ വേണം ആദ്യം സമ്മതിക്കാൻ. ഈ ഒരു കണ്ടീഷനിൽ പൊട്ടിപ്പൊളിഞ്ഞാണ് പിന്നെ കുഴപ്പമില്ല. ഇതൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര റിസ്ക് ആണ്, സൂക്ഷിച്ച് പോയാലേ പറ്റുള്ളൂ.
എൻ്റെ ക്യാമറ ബാറ്ററി എൻ്റെ ചാർജ് ചെയ്യാൻ വെച്ചേക്കാണ്. അതാണ് ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചേക്കുന്നത്. വ്യൂ അത് അടിപൊളി വ്യൂ ആണ്. ഇപ്പം എനിക്ക് നമ്മൾ ചെറിയൊരു ഘാട്ട് സെക്ഷനിലാണ് ഇപ്പോൾ. റൈഡ് ചെയ്യാൻ പറ്റിയ റോഡാണിത്. ഇവിടെ റോഡ് കൊള്ളാം. എനിക്കൊന്ന് ഇതിപ്പം റീസെൻ്റ്ലി ടാർ ചെയ്ത റോഡാണ്. കംപ്ലീറ്റ് ബ്ലാക്ക് ആയി കിടപ്പുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച ബ്ലാക്ക് റോഡ് തന്നെ, പക്ഷേ ഇത് പുതിയതായി ടാർ ചെയ്ത റോഡ് പോലെ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് അങ്ങ് കിടത്തി. ഇതിന്റെ ബാക്കിൽ എനിക്ക് വ്ളോഗ് ചെയ്യാനേ പറ്റൂല. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ട്രിപ്പിന്റെ പൈസ പോത്ത്. ഇത് വല്ലാത്ത കയറ്റമാണല്ലോ ഇത്. ഇതൊക്കെ റബ്ബർ എസ്റ്റേറ്റ്സ് ഉണ്ടല്ലേ. ഇതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് വേറൊരു ഫീലാണ്. നടക്കാത്തൊരു ചരികൾ കിടക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും വളച്ചു പോകാൻ പാടില്ല. പറ്റില്ല. പോവാണെങ്കിൽ നേരെ അവിടെ പോയി കിടക്കും നിങ്ങൾ ആ വെള്ളത്തിൽ. ഇത്രയും വന്ന വഴി തെറ്റിപ്പോയി. ഇനി ഫുൾ തിരിച്ച് ബാക്കിലോട്ട് പോകണം. ആരുടെ കാര്യം കുഴപ്പമില്ല. പക്ഷെ ഒരു റൂട്ട് വഴി വന്നല്ലോ, അത് മതി. ഇപ്പം ഇവിടെ വഴിതെറ്റി നിൽക്കുന്നതാണ്. അവിടെ നിന്ന് ലെഫ്റ്റാണ് ആക്ച്വലി പോകേണ്ടത്. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. ഒരു അർത്ഥവും ഇല്ല അത്. ബൈക്കിൻ്റെ ഈ അവസ്ഥയും എൻ്റെ ഈ അവസ്ഥ. ആ പാർക്കിംഗ് വെച്ചുണ്ട്. നേരത്തെ സ്ലിപ്പായി പോയില്ലേ അവിടെ. സീ സൈഡ് പൊളിച്ചോളെ എൻ്റെ. അതുപോലെ ഷൂസും പാൻറ്റും. എടാ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എടാ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നിർത്തി പോകാതെ വണ്ടി ഓടിച്ച് പോടേ. എന്റെ അവസ്ഥ കോമഡി ആയിട്ടാ. ഞാൻ ബാക്കി ഇരിക്കണേ. വണ്ടി കമന്ന് നടന്നാ ഓട്ടിക്കണം, പൊങ്ങാതിരിക്കാൻ. സകല ദൈവങ്ങളെ വിളിച്ചു മറഞ്ഞാ കിട്ടില്ല. ഇവന്റെ വെയിറ്റ് കാരണം ഫ്രണ്ട് പോങ്ങാണ്. റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അവനല്ലേ വണ്ടി ഓടിച്ചത്. റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? റൈഡ് എങ്ങനെ? എടാ നീ ഉറക്കെ പറ. അടിപൊളിയായിരുന്നു. റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പോൾ ഇന്നത്തെ റൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഭയങ്കര രസമുള്ള റൈഡായിരുന്നു. കാരണം ഞാൻ വന്നത് നമ്മുടെ അരവിന്ദിന്റെ കൂടെ ആയിരുന്നു. ഗോകുൽ, അർജുൻ, പേർ, ആരോമൽ, വാശ്. അതാണ് വാശ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വാശിനെ പറ്റി. ആവശ്യത്തിന്റെ കിടിലാണ്. പിന്നെ അജയ്. ഇന്നത്തെ റൈഡ് എന്തുകൊണ്ട് നല്ലതായിരുന്നു? കാരണം വഴിതെറ്റിച്ചൊരു പരിവാക്കി നമ്മുടെ ആരോമൽ. ഇതിപ്പോൾ ഏതൊക്കെയോ കാട്ടിൻ്റെ അടി ചെന്നിട്ട് ഇവിടെ നിൽക്കുവാണ് വഴിതെറ്റി. പിന്നെ എങ്ങോട്ട് പോകണമെന്ന് നോക്കിയാൽ ഗൂഗിൾ മാപ്പ് ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് ഇനി നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത് അമ്പൂരിയാണ്. അമ്പൂരി പോയിട്ട് അവിടെ നിന്ന് നെയ്യാറാൻ പറ്റേ നെയ്യാറാമാണ് നോക്കുന്നത്. നെയ്യാറാമാണ് ഇപ്പൊ നമ്മൾ വന്നത്. നെയ്യാറാമല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് ഇനി അമ്പൂരിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? റൈഡ് പക്കായിരുന്നു. എടാ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? പെട്രോളം തോന്നുന്നു വല്ല കാട്ടിലും കൊണ്ട്. റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ മെയിനായിട്ട് എൻ്റെ SJ ക്യാമിൻ്റെ ബാറ്ററി ഫസ്റ്റ് ബാറ്ററി ചാർജ് ചെയ്യുന്നു. അപ്പം ഇത് ബോബോയുടെ ചാർജർ കൂടെ ഞാൻ കണക്ട് ചെയ്തു. ഞാൻ എന്തോ ഭാഗ്യത്തിന് ചാർജറും അഡാപ്റ്ററും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചാർജ് ചെയ്യാൻ വെച്ചേക്കാണ്. ചാർജ് ആയില്ല, അതുകൊണ്ട് റെഡ് ലൈറ്റ് ആണ്. ചാർജ് ആകുമ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തും. ഇതാണ് ഇന്ത്യൻ ജുഗാഡ്. അരവിന്ദ് കംപ്ലീറ്റ്ലി ദേഷ്യം വന്നിരിക്കുകയാണ്.
എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു കാര്യം വെച്ചാൽ ഒന്നാമത് വഴി തെറ്റി അപ്പോഴപ്പോഴേ വഴി തെറ്റി പോയി അപ്പോൾ അത് കാരണം ഇങ്ങനെ നിർത്തി പോകുമ്പോൾ അവനും മതിയായി. എല്ലാവർക്കും അത് തന്നെ നിർത്തി പോയി. ഇപ്പം എത്ര ഓൾമോസ്റ്റ് 60 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ ഫ്രം വീട്ടിൽ നിന്നാണ് 60 കിലോമീറ്റേഴ്സ് പറഞ്ഞത്. ആൻഡ് ടൈം ഓൾമോസ്റ്റ് 12 o'clock ആയി. സ്ലിപ്പറിന് ശേഷം ബൈക്കിൻ്റെ കണ്ടീഷനാണിത്. എൻ്റെ ഷൂസും പാൻറ്റിൻ്റെ സെയിം അവസ്ഥ. ഓക്കെ, അപ്പോൾ ഒരു കിട്ടുന്ന സംഭവം ഉണ്ടായി. കൊള്ളാടെ ഇവിടുത്തെ ബ്ലോഗ് എടുക്കും. ഇതിപ്പോൾ പെട്രോൾ കയറുന്ന നടുവഴി കിടക്കണയാണ് അവസ്ഥ. ഒട്ടും പോവില്ലേ? എത്ര പോവും? 2 കിലോമീറ്റർ. അടുത്തിഞ്ഞ് പെട്രോൾ പമ്പ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. ആദ്യം അവൻ്റെ വണ്ടിയായിരുന്നു കുഴപ്പം. ഇപ്പം ഇവൻ്റെ ഫുൾ തീർന്നു. അതാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്ന റീസൺ. അപ്പോൾ അവൻ്റെ വണ്ടിയിൽ പെട്രോൾ തീർന്ന ഒരു റീസൺ കൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ നിർത്തിയത്. ഇവിടെ നമ്മൾ പെട്രോൾ ഇല്ല എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണം. ഒരുത്തം തൊണ്ട് സെൽഫി എടുക്കാൻ നിൽക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. മാപ്പ് ഇവിടെ ഇട്ടിട്ടുള്ള. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. അവൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഒട്ടും പെട്രോൾ ഇല്ല. അടുത്ത പെട്രോൾ പമ്പ് 23 കിലോമീറ്റേഴ്സ് അതിൻ്റെ ഉള്ളൂ. അവൻ്റെ വണ്ടിയിൽ മാക്സ് ടു 2 to 3 കിലോമീറ്റർ ഉള്ളൂ. ഇനി ഏറ്റവും വേഴ്സ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വണ്ടി ചവിട്ടി തള്ളേണ്ടി വരും. ഇനി എന്തൊക്കെയാണിത്. അപ്പോൾ ഗൈസ്, ഇനി കുറച്ച് നേരം ഗാർഡ് റോഡ്സ് തന്നെ ആയിരിക്കും. ഇനി ഇവിടെ പ്ലീസ് പെട്രോൾ പമ്പ് വരെ പോകാൻ വേണ്ടിയിട്ടെങ്കിലും ലൂസ് പെട്രോൾ ആക്കി അടിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പം വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ, ഇപ്പം ലൂസ് പെട്രോൾ അങ്ങ് അടിച്ചു വെച്ചു. അറ്റ്ലീസ്റ്റ് 10-20 കിലോമീറ്റർ എങ്കിലും ഓടണം. ഇതൊക്കെയാണ് കിടിലം റോഡ്. ഓക്കെ, ഇപ്പോൾ ഗാർഡ് സെക്ഷൻ ആണ്. ഇപ്പോൾ ആക്ച്വലി ഇത് ഫൺ ടു റൈഡ് ആണ് ഈ ബൈക്ക്. എനിക്ക് സീരിയസ്ലി ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടേക്ക്. ഇപ്പോൾ ഈ ചെറിയ റോഡിൽ കൂടെയാണ് പോകുന്നത്. ഇതിപ്പോൾ ഡെസ്റ്റിനേഷൻ എവിടെ വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല, അവർക്കറിയാവുള്ളൂ. നമ്മൾ ഇറങ്ങുന്ന പോലെ മലയിൽ ഇറങ്ങുന്ന പോലെ ഉണ്ട്. ഇത് റോഡ്സിൻ്റെ കണ്ടീഷൻ ശരിയല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ പോകുന്നത്. നമ്മളിപ്പം സ്പീഡ് ആണെങ്കിൽ മേ ബി ഔട്ട് ഓഫ് കൺട്രോൾ ആവാൻ ചാൻസ് ഉണ്ട്. മാൻ, ഇവിടെ ഇത് ഓരോ സ്ഥലത്തിലും ഓരോ അതിൻ്റെതായ അടിപൊളി വ്യൂ ഉണ്ട്. ഇതുവരെ ഇല്ല, ഇന്നത്തെ ട്രിപ്പിൽ ഇതുവരെ കണ്ടില്ല ഏറ്റവും ബെസ്റ്റ് ഇതാണ്.
ഓഫ് റോഡ് ചെയ്യാമെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഫുൾ ഓഫ് റോഡിലോട്ട് പോവാണ്. റോഡ് കൊള്ളാന്ന് വെച്ചാൽ ഫുൾ ഓഫ് റോഡാണ്. ഫുൾ ഓഫ് റോഡാണിത്. Oh shit! എന്തെങ്കിലും പറ്റിയോ? ഇതിൽ തന്നെയല്ലേ വീണ? ആ മിററിൽ പോയുള്ളൂ. പ്ലെയർ ഇല്ലടാ. ഇത് ഞാൻ സ്പാനർ എടുക്കാം. സ്പാനർ കാണും. ഇവൻ വീണവൻ ധാരടാ വിളിക്കണം വൈഷ്ണവ്. അല്ല വെയിറ്റ്, സ്പാനർ എൻ്റെ ഉണ്ട്. വെയിറ്റ്, എവിടെ ഇടിച്ചോ? ഞാൻ ഇവിടെ വന്നപ്പോ വണ്ടി ഇടിച്ചു നിന്ന് ഞാൻ മോളിൽ കൂടെ പറന്ന് വന്ന് താഴെ. ഓഫ് റോഡിങ് വന്നാണ്, ജസ്റ്റ് ചെറുതായി കപ്പെടുത്തു. ഓഫ് റോഡ് ചെയ്യുമ്പോ കപ്പെടുത്തില്ല, പിന്നെ എല്ലാം പറ്റാത്ത ഭാഗ്യം. ഓഫ് റോഡ് ചെയ്യുമ്പോ തിരിച്ചു അതൊരു വീടിനും പോകേണ്ടതാണ്. ഓഫ് റോഡ് ചെയ്യുമ്പോ പണി കിട്ടും. മാന്യമായിട്ട് ചെയ്താൽ പണി കിട്ടൂല. ഇടിച്ചില്ലല്ലോ. വാ പതുക്കെ വാ. ഇപ്പം നമ്മളെല്ലാവരും താഴോട്ട് ഇറങ്ങി. ഞാനും അജയും അരവിന്ദും. അതിന് മുകളിൽ അവരെല്ലാവരും കുളിക്കാണ്ട് ഇറങ്ങി. നമ്മളെന്തായാലും അതിനൊന്നും ഇല്ല. ഇപ്പം മെയിനായിട്ട് നമ്മളിരിക്കുന്ന വെള്ളവും സ്നാക്സാണ് തീർന്നു പോയി. ഇപ്പം വെള്ളമൊക്കെ വാങ്ങി ഇറങ്ങുവാണ്. ആൻഡ് ഇതെൻ്റെ റൈഡിങ് ജാക്കറ്റ് ഞാൻ ഇടുന്നില്ല, കാര്യം ഭയങ്കര ചൂടെടുക്കുവാണ്. ഇപ്പോൾ വേറെ നമ്മളിനി വെള്ളം വാങ്ങിച്ചിട്ട് ഇവിടെ താഴെ തന്നെ വെയിറ്റ് ചെയ്യാം. മുകളിലോട്ട് കയറുന്നില്ല, കയറാൻ വേണ്ടിയിട്ടുള്ള ത്രാണിയില്ല.
ഗൈസ് അപ്പോൾ ഞാൻ വീട്ടിലെത്തി, തിരിച്ചെൻ്റെ വീട്ടിലെത്തി. നിങ്ങൾ കാണാമല്ലോ, ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിലാണ്. ആൻഡ് ഇനി നെയ്യാറിയും തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് വരുന്നുള്ള വീഡിയോ ഇല്ല. ഓക്കെ, ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മെമ്മറി കാർഡ് ഫുള്ളായി. ഫസ്റ്റ് മെമ്മറി കാർഡ് ബാറ്ററി, ആ സെക്കൻഡ് ബാറ്ററിയും കംപ്ലീറ്റ്ലി തീർന്നു. പിന്നെ ആ ടൈം കൊണ്ട് എൻ്റെ ഫസ്റ്റ് ബാറ്ററി കംപ്ലീറ്റ് ചാർജായി. ആൻഡ് ഞാൻ മെമ്മറി കാർഡ് മാറ്റി. എൻ്റെ എക്സ്ട്രാ ഒരു മെമ്മറി കാർഡും കൊണ്ടിരുന്നു. ഞാൻ ആ മെമ്മറി കാർഡ് എടുത്ത് എൻ്റെ SD ക്യാമറ ഇട്ടു. പിന്നെ നമ്മൾ വീണ്ടും ഓഫ് റോഡ് നമ്മൾ പോയി. സെയിം ഓഫ് റോഡ് നമ്മൾ ഇത്തിരി അറ്റം വരും പോയി. പിന്നെ അതിനുശേഷം എല്ലാവരും കൂടെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ബാക്ക് ടു ഹോം. ഇതാണ് പോയ റൂട്ട് വേറെ റൂട്ടാണ്. ആൻഡ് ഫുൾ കർവി റൂട്ടായിരുന്നു. തിരിച്ച് പോകുന്ന സമയത്ത് നമ്മൾ അധികം നിർത്തിയൊന്നുമില്ല. ഡയറക്റ്റ് അവിടെ നിന്ന് ആദ്യത്തെ വീട്, പിന്നെ ആദ്യത്തെ വീട്ടിൽ നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി. സേഫ് ആയിട്ടുള്ള നല്ലൊരു സ്ഥലത്താണ് പോയി ഫുഡ് കഴിച്ച്. പിന്നെ അവിടെ നിന്ന് ബാക്ക് ടു ഹോം. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് മെമ്മറി കാർഡ് എടുത്തു, ലാപ്ടോപ്പ് ഇട്ടു, കംപ്ലീറ്റ് കോപ്പി ചെയ്തിട്ടു. സെക്കൻഡ് മെമ്മറി കാർഡ് എടുത്തു, അതായത് ഞാൻ ഓൾറെഡി SD ക്യാമറ ഇട്ടിരുന്ന മെമ്മറി കാർഡ് എടുത്തു, ലാപ്ടോപ്പിലിട്ടു. ആൻഡ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മെമ്മറി കാർഡ് കംപ്ലീറ്റ്ലി കറപ്റ്റഡായി. ബേസിക്കലി കാർഡിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ മെമ്മറി കാർഡ് കംപ്ലീറ്റ്ലി കറക്റ്റ്. ഓൾമോസ്റ്റ് 8 GB വീഡിയോസാണ് എൻ്റെ ഡിലീറ്റ് ആയി പോയത്. ഓക്കെ, എനിവേസ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു 1 or 2 കിലോമീറ്റർ സ്ട്രെച്ച് മാത്രം നല്ല ഉഗ്രനായിരുന്നു. വെച്ചാൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള ട്വിസ്റ്റി റോഡ്സ് ആയിരുന്നു. അടിപൊളിയായിട്ട് കാണിക്കാണ്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു. സോ എനിവേസ് നിങ്ങൾ ഈ ചെറിയൊരു സീരീസ്, ഈ ഒരു ചെറിയൊരു റൈഡ് എൻജോയ് ചെയ്തെങ്കിൽ, ആൻഡ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യണം. ഞാൻ ഇത്രയും ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഇതുവരെയുള്ള അറ്റ്ലീസ്റ്റ് നിങ്ങൾ കണ്ടവരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇനിയും കുറേ റൈഡ് വരാനുണ്ട്. ആൻഡ് ഒരു ട്രിപ്പും വരുന്നുണ്ട്. മേ ബി മാക്സിമം 2 week എൻ്റെ അടുത്തൊരു ട്രിപ്പ് വരുന്നുണ്ട്. അത് കാറിലൊരു ട്രിപ്പാണ്. എന്തായാലും നിങ്ങളെ കാണിച്ചു തരും. ഇപ്പം നിങ്ങൾ കാണണമെങ്കിൽ അറിയാം. നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം ആൻഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ നിങ്ങളെൻ്റെ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ ഗൈസ്.